ഒരു ദിവസം എന്ന് പറയുന്നത് നല്ല തിരക്ക് പിടിച്ചൊരു ദിവസമാണ്. രണ്ടാളും കൂടി രാവിലെ തന്നെ ഇവന്റ് ചെയ്യാൻ പോവാണ്. നമ്മളോട് ജസ്റ്റ് ഒന്ന് വന്ന് ചെയ്താൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നൊക്കെ എണ്ണയൊക്കെ അടിച്ച് അവിടെ എത്തിയപ്പോൾ അവിടെ നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവള് ഒരു പാട്ടുകാരിയായ ഈ പാട്ട് പാടുന്ന ആരായാലും മൈക്കൊന്ന് കൈ കിട്ടിയ പിന്നെ പാടുമല്ലോ. അങ്ങനെ പാട്ടൊക്കെ പാടി നമ്മൾ വർക്ക് തുടങ്ങി. വർക്ക് തുടങ്ങുന്ന ഇടയ്ക്കിൽ നല്ല രസമുണ്ടായിരുന്നു. കാരണം ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഓലിങ്ങനെ പാട്ട് പാടി തരുന്നുണ്ട്. പെട്ടെന്ന് കഴിയുന്നില്ല. നല്ല ഉഷാറുണ്ടായിരുന്നു വർക്ക് ചെയ്യാൻ. എൻ്റെ അടുക്ക് നമ്മുടെ വയറും നിറക്കണമല്ലോ. പിന്നെ എനിക്ക് ബത്തൊക്കെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് കുടിച്ചിട്ടില്ല അതിനെ. പിന്നെ ഓള് നല്ല അടിയാണ്. ഓള് പറഞ്ഞു ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, ഇനി ഞാൻ കുറച്ച് കഴിക്കട്ടെ എന്നിട്ടേ ഉള്ളൂ. പിന്നെ എനിക്ക് ഒരു സ്പെഷ്യലായിട്ട് കോഫിയൊക്കെ കൊണ്ടുതന്നു. വർക്ക് നമ്മൾ അടിപൊളിയായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. പിന്നെ വർക്കും കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ടുണ്ട്. പരിപാടിയൊക്കെ നിൽക്കാൻ പറഞ്ഞു, പക്ഷെ നമുക്ക് സമയമില്ല. ഒരു ഹാമ്പർ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കസ്റ്റമർ. അപ്പോൾ അവർക്ക് വേണ്ടത് ചെരുപ്പായതുകൊണ്ട് നമ്മൾ ചെരുപ്പെടുക്കാൻ കയറിയതാണ്. അവിടെ എത്തി അവിടെ നിന്ന് ചെരുപ്പൊക്കെ എടുത്ത് നേരെ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ വണ്ടി എടുക്കാണ്ട് പോയതാണ്, നടന്നിട്ട് പോവാണ്. നല്ല വെയിലുള്ളതുകൊണ്ട് നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട്. പിന്നെ ഒരു റെഡ് ബുള്ളൊക്കെ കുടിച്ച് നമ്മൾ എനർജി വെച്ചു. തെച്ചി ഗിഫ്റ്റൊക്കെ സെറ്റ് ചെയ്യുന്നത് വരെ ഞാനിങ്ങനെ വെറുതെ അവിടെ ഇരിക്കുകയാണ്. പിന്നെ പെട്ടെന്ന് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് അപ്പോഴത്തേക്ക് വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കൊടുക്കേണ്ടത് കുറ്റ്യാടിയിലേക്കാണ്. അവിടെ എത്തിയപ്പോൾ തിരിയുന്നത് ഗിഫ്റ്റ് കൊടുക്കേണ്ട ആൾക്ക് പ്രാങ്ക് ചെയ്തിട്ട് കൊടുക്കണമെന്ന്. സത്യം പറയാലോ നല്ലോണം പ്രാങ്ക് ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് അവർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, എന്നാലും നമ്മളതിൽ പിടിച്ചു നിന്ന് ലാസ്റ്റ് നല്ലോണം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുത്ത് നേരെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഫുഡും കഴിച്ച് നേരെ നമ്മൾ വീട്ടിലേക്ക് പോയി. അപ്പം അത്രേ ഉള്ളൂ. ബായ്.